നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കടം കൊടുത്ത പണം തിരികെ ആവശ്യപ്പെടുന്നത് മാത്രം ആത്മഹത്യാ പ്രേരണ കുറ്റമായി കണക്കാക്കാനാകില്ല എന്ന് ബോംബെ ഹൈക്കോടതി. ഒരു സ്കൂൾ അധ്യാപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് കോടതി ഇത്തരമൊരു സുപ്രധാന നിരീക്ഷണം നടത്തിയത്. കടം വാങ്ങിയ വ്യക്തിയോട് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെടുന്നത് നിയമപരവും സ്വാഭാവികവുമായ നടപടിയാണെന്ന് കോടതി വ്യക്തമാക്കി. പണം തിരികെ ചോദിച്ചതിന്റെ പേരിൽ മാത്രം ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്ന് ആരോപിക്കാനാകില്ല എന്നും അതിന് വ്യക്തമായ തെളിവുകളും ആത്മഹത്യയിലേക്ക് നേരിട്ട് നയിച്ച നടപടികളും ഉണ്ടായിരിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിരീക്ഷണത്തിന്റെ ഭാഗമായി പ്രതികൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടി കോടതി റദ്ദാക്കി. IPSലെ 306 വകുപ്പ് ചുമത്തണമെങ്കിലും മനഃപൂർവ്വം അയാൾ ആത്മഹത്യാ പ്രേരണ നടത്തണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കടം നൽകിയ വ്യക്തിക്ക് പണം തിരികെ ആവശ്യപ്പെടുന്നത് ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാൻ കഴിയില്ല. ജസ്റ്റിസ് രഞ്ജിത് സിൻഹ ബെഞ്ച് വ്യക്തമാക്കി. 2022 കേസിന് ആസ്പദമായ സംഭവം. വായ്പാ ഏജന്റുമാരുടെ പീഡനത്തെ തുടർന്ന് കോലാപ്പൂർ സ്വദേശി ദിലീപ് പാണ്ഡെ വിഷം കഴിച്ച് ജീവനെടുക്കുകയായിരുന്നു. വായ്പ തിരിച്ചടക്കാത്തതിനാൽ ദിലീപിനെ പീഡിപ്പിക്കുന്ന ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു. 6 പേരാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. ആത്മഹത്യാ പ്രേരണയിലേക്ക് നയിക്കുന്ന സംഭവങ്ങളോ ഗൂഢാലോചനയോ കേസിൽ ഉണ്ടായിട്ടില്ലെന്നും FIRലെ ആരോപണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും കോടതി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെയായ ആത്മഹത്യാ പ്രേരണ കുറ്റ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമ്പോൾ ആവശ്യമായ നിയമ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് കോടതിയുടെ നിരീക്ഷണമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കടം വാങ്ങുന്നത് പോലെ തന്നെ അത് തിരികെ നൽകുന്നതും ഉത്തരവാദിത്യമാണ്. കടം കൊടുത്തയാൾ തന്റെ പണം തിരികെ ചോദിക്കുന്നത് തെറ്റല്ല. അതിനെ ആത്മഹത്യാ പ്രേരണ കുറ്റമായി കാണാൻ പാടില്ലെന്നും ഹൈക്കോടതി വിധി നിയമപരവും യുക്തിപരവുമായ ശരിയായ നിലപാടാണ്. എന്നാൽ കടം ഈടാക്കുന്ന പേരിൽ ഭീഷണിയോ അപമാനമോ മാനസിക പീഡനമോ ഉണ്ടെങ്കിൽ അതിനെ നിയമം വേറിട്ട രീതിയിൽ പരിശോധിക്കേണ്ടതുമാണ്.